ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. എടാ, നമ്മുടെ ലാബ് എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചില ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിലൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഞാൻ CS-ന്റെയും കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ഒക്കെ സ്ട്രാറ്റജി വീഡിയോ എടുത്ത സമയത്ത് പലപ്പോഴായിട്ട് ആളുകൾ ചോദിച്ച ഒരു സാധനമാണ് SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് സെറ്റാക്കി നോക്കാം. SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 പാർട്ടാണ്. ദാറ്റ് ഈസ് കമ്പണൻസ് ഓഫ് SQL അല്ലെങ്കിൽ കമാൻഡ് ഓഫ് SQL. രണ്ടാമത്തതാണ് SQLന്റെ ഡാറ്റ ടൈപ്സ് ഡിസ്കസ് ചെയ്യണം. മൂന്നാമത്തത് ഓരോ കമാൻഡും, അതായത് DDL, DML, DCL പഠിക്കാനില്ല, DDL പക്ക സെറ്റാക്കി പഠിക്കണം. ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ് ആണ്. എന്നാൽ DMലേക്ക് വരുമ്പോൾ സുദിമോൻ, എന്താ സുദിമോൻ? സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇൻസേർട്ട്, ആ 4 എലമെന്റ്സ് പഠിക്കാം. അതോടുകൂടെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു വ്യൂസ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. എന്നാൽ ഫസ്റ്റ് വൺ SQLന്റെ കമ്പോണൻസ് ആണ്. SQLന്റെ കമ്പോണൻസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരാനുള്ളൂ. ഒന്ന്, SQLന്റെ കമ്പോണൻസ് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ എഴുതാം. എന്താ? DDL ആണ്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. DML ആണ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. DCL, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആണ്. ഒന്നാമത്തെ സെക്ഷൻ അല്ലെ. അതിൽ തന്നെ ഓർത്ത് വെക്കേണ്ട സാധനം എന്താണ് സാറേ? DDL എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കീമിനെ എഫക്ട് ചെയ്യുകയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ടേബിൾ ആണ്. ടേബിളിന്റെ സ്ട്രക്ചറിനെ, ഡിസൈനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് DDL. 3 കമാൻഡ്സാ പഠിക്കാനുള്ളത്. കാഡ്മോൻ, എന്താ കാഡ്മോൻ? ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്. എന്നാൽ ഓപ്പറേഷൻ ഓൺ ടേബിളിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് ഒരു കുട്ടി കയറ്റി ഇരുത്തുക. ആ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി കയറി ഇരിക്കുമ്പോൾ ആ ടേബിളിന്റെ ഡിസൈനിലൊന്നും അല്ലെങ്കിൽ ആ ക്ലാസ് റൂമിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരില്ല. അതായത് സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് DDL ആണ്. സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് DML കമാൻഡ് ആണ്. അപ്പൊ DML കമാൻഡിൽ ഓപ്പറേഷൻ ഓൺ ടേബിൾ ആണ്. സുദിമോൻ ആണ് പഠിക്കേണ്ടത്. എന്താ സുദിമോന്? സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇൻസേർട്ട്. മൂന്നാമത്തെ എലമെന്റ് പഠിക്കാനില്ല, എന്നാലും അറിഞ്ഞിരിക്കണം. DCL, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആണ്. അപ്പൊ ഈ ഒരൊറ്റ സെക്ഷന് 3 ക്വസ്റ്റ്യൻ ആണ് വരാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ DDL, DML, DCL 3ന്റെയും ഫുൾ ഫോം. രണ്ടാമത്തത് 3 കമാൻഡ്സ് അല്ലെ, മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും SQLന്റെ കമ്പോണൻസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 10 കമാൻഡ്. ഏതാ 10 കമാൻഡ്? ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്, സുദിമോൻ, സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇൻസേർട്ട്, റിവോക്ക്, ഗ്രാൻഡ്, കമ്മിറ്റ്. ഈ 10 കമാൻഡ് ഷഫിൾ ചെയ്തിട്ട് നിങ്ങളോട് മാച്ച് ദ ഫോളോയിങ് വരും. യെസ്, അത്രേ ഉള്ളൂ ഒന്നാമത്തെ ടോപ്പിക്. കം ടു സെക്കൻഡ് ടോപ്പിക്. SQLന്റെ ഡാറ്റ ടൈപ്സ് ആണ്. SQLന്റെ ഡാറ്റ ടൈപ്സ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3 ആണ്. ന്യൂമറിക് ഡാറ്റ ടൈപ്സ്, നമ്പറുമായി ബന്ധപ്പെട്ടുള്ള എലമെന്റ്സ്. ന്യൂമറിക്കിൽ വരുന്ന എലമെന്റ്സ് ആണ് ഇൻറ്റും ഡെക്കും. ഡെക്ക് എന്നാൽ പോയിന്റ് വരുന്ന നമ്പർ. ഡെക്ക് ഈ സ്റ്റൈലിലാണ് എഴുതുക. ഡെക്ക് 10,2 എന്ന് എഴുതുക. അതായത് 10 ഡിജിറ്റ് ഉണ്ട്, പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്. അതാണ് ഇതിന്റെ മീനിങ്. കം ടു സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ്. സ്ട്രിങ്ങിന്റെ ഉള്ളിൽ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് കെയർ ആൻഡ് വേർക്കർ. എന്താ ക്യാരക്ടറും വേർക്കറും തമ്മിലുള്ള വ്യത്യാസം? സ്ഥിരം ചോദ്യമാണ്. ഡിഫറൻസ് സ്ഥിരം ചോദ്യമാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് മെമ്മറിയാണ്. കെയർ ഓഫ് 10 ഈക്വൽ ടു ബാബു എന്നെഴുതി. ആ ബാബു എന്നുള്ളത് BABU 4 അക്ഷരമുള്ളൂ. പക്ഷെ കെയർ ഓഫ് 10 10 മെമ്മറി പോകും. വേർക്കാറിലാണെങ്കിൽ കറക്റ്റ് ആവശ്യമുള്ളതിനനുസരിച്ച് മാത്രമേ മെമ്മറി എടുക്കുള്ളൂ. ഇപ്പൊ ബെസ്റ്റ് വൺ ഈസ് വേർക്കാർ ആണ്. കം ടു തേർഡ് പാർട്ട്, ഡേറ്റ് ആൻഡ് ടൈം. അതിന്റെ ഫോർമാറ്റ് പഠിക്കാം. അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ 3 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ SQLന്റെ ഡാറ്റ ടൈപ്സ് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ കെയർ വേഴ്സസ് വേർക്കാർ, ഇവർ തമ്മിലുള്ള വ്യത്യാസം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വാല്യൂസ് തരും നിങ്ങൾക്ക്. ആ വാല്യൂസ് തന്നിട്ട് ഐഡന്റിഫൈ ദ ഡാറ്റ ടൈപ്സ്. ഈ 3 ക്വസ്റ്റ്യൻ ഇതിൽ വരാനുള്ളൂ. കം ടു തേർഡ് പാർട്ട്. DDL കമാൻഡ്സ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. DDL കമാൻഡ്സിൽ ഏതൊക്കെ? ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ് പിടിക്കാം. ക്രിയേറ്റ് എന്താ? DDL കമാൻഡ്സ് ആണ്. യൂസ് ടു ക്രിയേറ്റ് ടേബിൾ ആണ്. സിന്റാക്സ് പഠിക്കണം. എന്താ സിന്റാക്സ്? എന്താ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിന്റെ സിന്റാക്സ്? എന്താ ക്രിയേറ്റ്? നമ്മൾ ലാബ് എക്സാമിലൊക്കെ കണ്ടതാ. ക്രിയേറ്റ് ടേബിളിന്റെ ഒരു പേര് ഇതാ. ദെൻ കോളം നെയിം, ഡാറ്റ ടൈപ്പ് ചെയ്ത കൺസ്ട്രെയിൻ. എന്താണ് സാറേ കൺസ്ട്രെയിൻ? അപ്പൊ കൊടുക്കുക. കൺസ്ട്രെയിൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ 2 ടൈപ്പ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഒന്ന് കോളം കൺസ്ട്രെയിൻസ് ഉണ്ട്, കോളത്തിന് മാത്രം കൊടുക്കുന്ന കണ്ടീഷൻസ്.
5 വാല്യൂസാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്ന് യുണീക്കാണ്. യുണീക്ക് മീൻസ് റിപ്പീറ്റേഷൻ വരില്ല. കള്ളി കാലിയാവാൻ പാടില്ല എങ്കിൽ അവിടെ കൊടുക്കുന്ന കമാൻഡാണ് കൺസ്ട്രെയിന്റ് ആണ് നോട്ട് നൾ. ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് പ്രൈമറി കീ. 3 ഓട്ടോമാറ്റിക് ആയിട്ട് വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ ഓട്ടോ ഇൻക്രിമെന്റ്. ആൻഡ് ഫൈനലി എന്തെങ്കിലും ഡീഫോൾട്ട് ആയിട്ട് വാല്യൂസ് വരണം. യെസ്, ഡീഫോൾട്ട് ആയിട്ട് വാല്യൂസ് വരണം എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് എന്നുള്ള കമാൻഡ്. ഇതിലുള്ള ഈ 2 കൺസ്ട്രെയിന്റ് ഒരുമിച്ച് 2 കോളത്തിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ടേബിൾ കൺസ്ട്രെയിൻ. യെസ്, അതോടുകൂടെ എൻ്റെ 3.1 എന്നുള്ള സെക്ഷൻ തീർന്നു. അപ്പൊ സിന്റാക്സ് ഒന്നുകൂടി നോക്കാം. ക്രിയേറ്റ് ടേബിൾ നെയിം. ഇത് സ്മോൾ ലെറ്റർ എങ്ങനെ എഴുതാം, പക്ഷെ ഞാൻ എഴുതിയത് ഇതൊക്കെ ബ്രാൻഡ് ചെയ്ത വാക്കാണ്. ഇതിൽ ചേഞ്ചസ് വരുത്താൻ പാടില്ല. ക്രിയേറ്റ് ടേബിൾ ഇത് നമ്മൾ കൊടുക്കുന്ന പേരാണ്. കോളം നെയിം നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഡാറ്റ ടൈപ്പ് ഫിക്സഡ് ആണ്, നേരത്തെ പഠിച്ച ഡാറ്റ ടൈപ്സുകൾ. ദെൻ കൺസ്ട്രെയിൻസ് ഇവിടെ കൊടുക്കണം നിർബന്ധമില്ല, പക്ഷെ ഒരു ടേബിളിന് ഒരു കൺസ്ട്രെയിനിങ്ങിൽ കൊടുക്കുക അതിന്റെ ഭംഗിയാണ്. അത് ഏതാ നല്ല പ്രൈമറി കീ. സോ രണ്ടാമത്തെ സെക്ഷൻ ആണ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് എനിക്ക് അതിൽ ചില മോഡിഫിക്കേഷൻ കൊടുക്കണം. അതായത് പുതിയ ഒരു കോളം ആഡ് ചെയ്യണം. പുതിയൊരു കോളം ആഡ് ചെയ്യാൻ ഒരു പുതിയ കീവേഡ് പഠിച്ചു വെച്ചോ. ആഡ് സപ്പോർട്ട് ചെയ്യാൻ 2 വാക്കുണ്ട്, ഫസ്റ്റും ആഫ്റ്ററും. എങ്ങനെ കൊടുക്കാം എന്ന് പിടിച്ചോ. ഓൾട്ടർ ടേബിൾ നെയിം. ടേബിളിന്റെ പേര് ചേഞ്ച് ചെയ്ത് ടേബിളിന്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരണം. എങ്ങനെ? ആഡ് ചെയ്തുകൊണ്ട് കോളം ആഡ് ചെയ്യുക, കോളം നെയിം ആഡ് ചെയ്യുക. ഡാറ്റ ടൈപ്പ് കൺസ്ട്രെയിൻ. അപ്പൊ ഒരു പുതിയ കോളം ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സീരിയൽ നമ്പർ നെയിം മാർക്ക് ഉണ്ട്. അപ്പൊ ഇതിലേക്ക് എനിക്ക് വേണ്ടത് ഒരു ക്ലാസ്സിന് ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാം? ഓൾട്ടർ ടേബിൾ നെയിം ഏതാ? സ്റ്റുഡന്റ് ആണെങ്കിൽ ഓൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് ആഡ് ക്ലാസ് ആഡ് ചെയ്യണം. അപ്പൊ ക്ലാസ് ഏത് ഡാറ്റ ടൈപ്പ് വരിക? ക്ലാസ്സിൽ ഇൻറ്റീജർ ആണ്. അപ്പൊ ഇൻറ്റീജർ എവിടെ വരണം? ആഫ്റ്റർ. കണ്ട, ആഫ്റ്റർ. ഒന്നുകിൽ ഫസ്റ്റിലാണ് വേണമെങ്കിൽ ഫസ്റ്റ്, അല്ലെങ്കിൽ ആഫ്റ്റർ നെയിം. തീർന്നു. എനിക്ക് വേണ്ടത് റോൾ നമ്പർ വേണം, ഈ മുമ്പിൽ വേണം. അപ്പൊ എങ്ങനെ എഴുതാം? ഓൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് ആഡ് റോൾ നമ്പർ ഇൻറ്റീജർ ആണ്, എവിടെ വരണം? ഫസ്റ്റ്. തീർന്നു. എനിക്ക് ഈ ടേബിളിന്റെ സ്ട്രക്ചറിൽ അടുത്ത മാറ്റം വരുത്തുന്നത് ടേബിളിന്റെ ഒരു കോളം റിമൂവ് ചെയ്തുകൊണ്ടാണ്. ആ റിമൂവ് ചെയ്യണമെങ്കിൽ, ഒരു കോളം റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഡ്രോപ്പ്. സിന്റാക്സ് എന്താ? ഓൾട്ടർ ടേബിൾ നെയിം, ഡ്രോപ്പ് ചെയ്യുക കോളം നെയിം. കഴിഞ്ഞു. ടേബിളിന്റെ മോഡിഫിക്കേഷൻ വരുത്തണം, ടേബിളിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഒരു കോളത്തിന്റെ സൈസ് ഒന്ന് കൂടണം, അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രെയിനിൽ മാറ്റം വരുത്തണം. അവിടെ യൂസ് ചെയ്യുന്ന കമാൻഡാണ് മോഡിഫൈ കമാൻഡ്. ഓൾട്ടർ ടേബിൾ നെയിം, മോഡിഫൈ. എന്ത് മാറ്റം വരുത്തണ്ടേ? കോളം നെയിം, ഡാറ്റ ടൈപ്പ്, കൺസ്ട്രെയിൻ. ആൻഡ് ഫൈനലി ടേബിളിന്റെ പേര് മാറ്റം വരുത്തണം, ടേബിളിന്റെ നെയിം ചേഞ്ച് ചെയ്യണം. ടേബിളിന്റെ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് റീനെയിം ടു. യെസ്, എങ്ങനെ? ഓൾട്ടർ ടേബിൾ നെയിം, റീനെയിം ടു. ഒരു പുതിയ പേര് കൊടുക്കാം. അവിടെ തീർന്നു. 2 കമാൻഡ്സ് ഡിസ്കസ് ചെയ്തു. DDLന്റെ ഈ ആൾട്ട് ക്രിയേറ്റും ഡിസ്കസ് ചെയ്തു, ആൾട്ടറും ഡിസ്കസ് ചെയ്തു. ഫൈനലി DDL കംപ്ലീറ്റ് ചെയ്യാം. എന്താ? ടേബിൾ അപ്പാടെ എന്റെ ഡാറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡ്രോപ്പ്. എങ്ങനെ കൊടുക്കുക ഡ്രോപ്പ് ടേബിൾ നെയിം. ഇതോട് കൂടെ എന്റെ DDL എന്നുള്ള പാർട്ട് ഇവിടെ തീർന്നു. ഇനി 4 പാർട്ടേ ഉള്ളൂ. DML സെക്ഷൻ. DML ഫസ്റ്റ് വൺ ഇൻസേർട്ട് ആണ്. ഇൻസേർട്ട് വാല്യൂസ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം? ഇറ്റ് ഈസ് എ DML കമാൻഡ് ആണ്. വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ DDL കമാൻഡിൽ മാത്രമാണ് ടേബിൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. എന്നാൽ DML വരുമ്പോൾ DML ജസ്റ്റ് ആ സിന്റാക്സ് മാത്രം പഠിക്കാം. ടേബിളിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ ഇൻസേർട്ട് ഇൻടു. ഇവിടുത്തെ ബ്രാൻഡ് വാക്കാണ് ഇൻടു എന്നുള്ള വാക്കുണ്ടാവും. സപ്പോർട്ടിങ് ഇംഗ്ലീഷ്, അടുത്ത സപ്പോർട്ടിങ് ഇംഗ്ലീഷ് ആണ് വാല്യൂസ്. എങ്ങനെ ഇതാ? ഇൻസേർട്ട് ഇൻടു ടേബിളിന്റെ നെയിം. ഏതൊക്കെ കള്ളിയിലേക്കാണോ വാല്യൂസ് കൊടുക്കേണ്ടത് ആ കള്ളിയുടെ പേര് ഇതാ. കോളം നെയിം വാല്യൂസ് നേരെ പ്ലേസ് ചെയ്യാം. കം ടു മെയിൻ സെക്ഷൻ 4.2, ദാറ്റ് ഈസ് 4th പോയിന്റിലെ സെക്കൻഡ് DML കമാൻഡ്സ് സെലക്ട് ആണ്. സെലക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ്. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ പല രീതിയിൽ കണ്ടീഷൻസ് ഉണ്ട്. യെസ്, ആദ്യം ഓൾ ഡീറ്റെയിൽസ് എന്നുള്ള സെക്ഷൻ ആണ് വരുന്നതെങ്കിൽ സ്റ്റാർ എന്നുള്ള കമാൻഡ് ഉപയോഗിക്കും. ഡ്യൂപ്ലിക്കേഷൻ വരാനേ പാടില്ല എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യും. കണ്ടീഷൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ കണ്ടീഷൻസിനെ പിടിക്കാൻ വേണ്ടിയാണ് വേർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും റേഞ്ച് ഓഫ് വാല്യൂസ് ഇന്നത് മുതൽ ഇന്നത് വരെ ഇങ്ങനെ റേഞ്ച് തരികയാണെങ്കിൽ, മാർക്കിന്റെ കേസിലൊക്കെ 13ന്റെയും 14ന്റെയും ഇടയിലുള്ള കേസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ബിറ്റ്വീൻ ആൻഡ്.
സ്പെസിഫിക് ആയിട്ട് സം സെറ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് വാല്യൂസ് തരാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഇൻ. ഇന്നതല്ല എ കൊണ്ട് തുടങ്ങുന്നവര് അങ്ങനെ പാറ്റേൺ മാച്ചിങ് വരികയാണെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ലൈക്ക് കമാൻഡ്. കം ടു നൾ വാല്യൂസ് ആണെങ്കിൽ നൾ വാല്യൂസിനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈസ് നൾ. ഇത് നാലും കണ്ടീഷൻ ബേസ്ഡ് ആണ്. സോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഓർഡർ ബൈ. യെസ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആണ്. 5 എലമെന്റ്സ് ആണ് അഗ്രിഗേറ്റ് ഫംഗ്ഷനിൽ. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. സമ്മ്, ആവറേജ്, മാക്സ്, മിൻ, കൗണ്ട്. ആൻഡ് കം ടു ഗ്രൂപ്പിംഗ് ഓഫ് എലമെന്റ്സ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ബൈ. അതിന്റെ ഓർഡർ ആണ്. ഇതുപോലെ ഷഫിൾ ചെയ്ത് വരാം. കൊറീസ് ആയിട്ടാണ് ഇത് സ്ഥിരമായിട്ട് വരാറുള്ളത്. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. 2 എക്സാമ്പിൾ ചെയ്യാം. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ സമ്മ്, ആവറേജ്, മാക്സ്, മിൻ, കൗണ്ട്. 4.3 ദാറ്റ് ഈസ് മൂന്നാമത്തെ DML കമാൻഡ്സ് അപ്ഡേറ്റ് ആണ്. വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് സെറ്റ് കമാൻഡ് ആണ്. അതിൽ വേണ്ടത് അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് ടേബിൾ നെയിം. സെറ്റ് കോളത്തിന്റെ പേര് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം? കോളം നെയിം ഈക്വൽ ടു സം വാല്യൂസ് കൊടുക്കാം. വേർ കണ്ടീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇറ്റ് എഫക്ട് ഓൾ ദ വാല്യൂസ്. അല്ലെ, എല്ലാ ടേബിളിന്റെ മൊത്തം വാല്യൂസിനെ അത് എഫക്ട് ചെയ്യും. സോ ഫൈനലി ഡിലീറ്റ് കമാൻഡ് ആണ്, DML കമാൻഡ് ആണ്. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓൾട്ട് ഡിലീറ്റ് ഫ്രം ആണ്. ഡിലീറ്റിന്റെ കൂടെ ഒട്ടിപ്പിടിച്ച് വരുന്ന ഇംഗ്ലീഷ് ആണ്. ഇവിടെ അപ്ഡേറ്റിന്റെ കൂടെ ഒട്ടിപ്പിടിച്ച് വരുന്ന സെറ്റ് ആണെങ്കിൽ ഡിലീറ്റിന്റെ കൂടെ ഒട്ടിപ്പിടിച്ച് വരുന്ന കമാൻഡ് ആണ് ഫ്രം. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ ഇല്ലെങ്കിൽ കംപ്ലീറ്റ് വാല്യൂസ് ഡിലീറ്റ് ആവും. യെസ്, ഇത്രയുള്ളൂ DML. ഇനി ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം? യെസ്, അതിന്റെ മുമ്പേ ചെറിയൊരു വ്യൂ കോൺസെപ്റ്റ് എന്നുള്ള സാധനം ഉണ്ട്. ക്രിയേറ്റ് വ്യൂ നെയിം ആസ് ഒരു സെലക്ട് കമാൻഡ്. സെലക്ട് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേ ചെയ്ത ഒരു സാധനത്തിന് സ്പെസിഫിക് ആയിട്ട് ഒരു നെയിം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നതാ? വ്യൂ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A table name student with the following number. Roll number ഉണ്ട്, name ഉണ്ട്. Yes, roll number ഉണ്ട്, name ഉണ്ട്, batch ഉണ്ട്, mark ഉണ്ട്, grade ഉണ്ട്. Is given. Write an SQL statement for the following to display the details of all students. Display all details ആണ്. അപ്പൊ എന്താ കമാൻഡ് കൊടുക്കുക? Select all details ആണ്. From ടേബിളിന്റെ പേര് തന്നിട്ടുണ്ട്, സ്റ്റുഡന്റ് ആണ്. എങ്ങനെ ആവണം? ഇൻ സയൻസ് ബാച്ച് ആണ്. ഇൻ സയൻസ് ബാച്ച് എന്ന് പറയുമ്പോൾ വേർ. ഇവിടെ കണ്ടീഷൻ നോക്കാം. എന്താ? ബാച്ച് തന്നിട്ടുണ്ട്. ബാച്ച് ഈസ് ഈക്വൽ ടു സയൻസ്. ഇത്രയുള്ളൂ പണി. യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ടു ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ദീസ് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഹാവിംഗ് ഗ്രേഡ് എ ഓർ എ പ്ലസ് ആണ്. അപ്പൊ ഡിസ്പ്ലേ ഓൾ ഡീറ്റെയിൽസ് ആണ്. സോ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ്. ഫ്രം സ്റ്റുഡന്റ് ആണ്. എങ്ങനെ ആവണം? വേർ ഗ്രേഡ് ഈസ് ഈക്വൽ ടു ഗ്രേഡ് ഇന്ന് കൊടുക്കണേ, ഇന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഗ്രേഡ് ഈക്വൽ ടു എ ഓർ എ പ്ലസ്. അപ്പൊ എന്താ? ഗ്രേഡ് ഇൻ എന്താ ചെയ്യാം? വേണമെങ്കിൽ എ കോമ എ പ്ലസ് ഇത് കൊടുക്കാം. അല്ലെങ്കിൽ ഗ്രേഡ് ഈക്വൽ ടു എ ഓർ ഗ്രേഡ് ഈക്വൽ ടു എ പ്ലസ്. ടു കൗണ്ട് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് ബാച്ച്. ഈച്ച് ബാച്ച് കണ്ടാൽ ഒരു സംശയം വേണ്ട, അത് ഗ്രൂപ്പ് ബൈ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെലക്ട് കൗണ്ട് വേണം, ബാച്ചും വേണം, അതിന്റെ കൗണ്ടും വേണം. ബാച്ച് കോമ കൗണ്ട് സ്റ്റാർ. എല്ലാവരെയും എണ്ണണം. എങ്ങനെ? എവിടെ നടാ? ഫ്രം സ്റ്റുഡന്റ്. എന്തടിസ്ഥാനത്തിലാണ് വേണ്ടത്? ഗ്രൂപ്പ് ബൈ ബാച്ച് അടിസ്ഥാനത്തിലാണ് വേണ്ടത്. ഗ്രൂപ്പ് ബൈ ബാച്ച്. ആൻഡ് ഫൈനലി ടു ചേഞ്ച് ദ ഗ്രേഡ് ഓഫ് സ്റ്റുഡന്റ് ടു എ പ്ലസ്. എ പ്ലസിലേക്ക് ഗ്രേഡ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് സ്റ്റുഡന്റ്. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം? സെറ്റ് ഗ്രേഡ് ഈസ് ഈക്വൽ ടു, നേരെ ഇതാ, വളരെ സിമ്പിൾ ആണ്. ഗ്രേഡ് ഈക്വൽ ടു എ പ്ലസ്. ഇങ്ങനെ ഇട്ടിട്ട് സെമിക്കോളൻ ഇട്ടാൽ എല്ലാവരുടെ ഗ്രേഡും എ പ്ലസ് ആവും. പാടില്ല. ആരത് മാത്രം? whose roll number is 50. whose roll number is 50 എന്ന് പറയുമ്പോൾ അതാണ് കണ്ടീഷൻ. where roll number is equal to 50. റിലാക്സ് ചെയ്ത് ചെയ്യാം. യെസ്, നെക്സ്റ്റ് വൺ. റിമൂവ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡന്റ് whose roll number is 10. റോൾ നമ്പർ 10നെ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാനുള്ള കമാൻഡ് ആണ് ഡിലീറ്റ്. എവിടുന്ന് ഡിലീറ്റ് ചെയ്യണം? ഫ്രം സ്റ്റുഡന്റ് എന്ന്. ഇവിടെ സെമിക്കോളൻ ഇട്ടാൽ ടേബിളിൽ നിന്ന് എല്ലാ വാല്യൂസും റിമൂവ് ചെയ്യും. പാടില്ല. റിമൂവ് ഡിലീറ്റ് ഫ്രം സ്റ്റുഡന്റ് വേർ റോൾ നമ്പർ ഈസ് ഈക്വൽ ടു 10. സെറ്റ് അല്ലടാ? ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. യെസ്, റൈറ്റ് എ സ്യൂട്ടബിൾ ക്വറി ടു ഇൻ SQL. കൺസ്ട്രക്ട് എ ടേബിൾ. ഇങ്ങനെ കണ്ടാൽ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. കൊടുക്ക പണി. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി. എന്തൊക്കെ വേണം? ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്രാക്കറ്റ് പ്ലേസ് ചെയ്യാം. എന്തൊക്കെ വേണ്ടേ? ഈ കോഡ് വേണം. ഈ കോഡ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി കോഡാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ കോഡ് ഇൻറ്റീജർ ആണ്. കഴിയുന്നതും
ഒരു പ്രൈമറി കീ കൊടുക്കാം. ബാക്കി ഒന്നും എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, പ്രൈമറി കീ കൊടുക്കാം. നെക്സ്റ്റ് വൺ, ഈ നെയിം എംപ്ലോയി നെയിം ആണ്. ഈ നെയിം എംപ്ലോയി നെയിം സാധാരണ വരിക ക്യാരക്ടർ ആയിരിക്കും. സോ വാർ കെയർ ഓഫ് 20. നോട്ടിനുള്ളിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ജെൻഡർ ആണാണോ പെണ്ണാണോ? യെസ്. അപ്പൊ ജെൻഡർ എപ്പോഴും ഒരു അക്ഷരം മതി എങ്കിൽ ജെൻഡർ കെയർ ഓഫ് 1 മതി. നെക്സ്റ്റ് വൺ ഈസ് സാലറി ആണ്. സാലറി സ്വാഭാവികമായിട്ടും ഒരുപാട് സാലറി ഉണ്ടെങ്കിലും എന്താ ഡെസിമൽ കൊടുക്കാം 10,2. ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഡെസിമലിന്റെ ആദ്യം തുടങ്ങിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ് ഷോസ് എറർ. വിത്ത് എംപ്ലോയി കോഡ് ഈസ് ആ പ്രൈമറി കീ. ഇത്രേ ഉള്ളൂ. ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ദി വാല്യൂസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. എന്നിട്ട് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി ഫ്രം ദ ടേബിൾ. ടേബിളത്തെ വാല്യൂസ് കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്യണം. കൊടുക്കാം സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി ഹു ഡ്രോൺ സാലറി മോർ ദാൻ 10,000 ഫ്രം ദ ടേബിൾ. സാലറി 10,000 എബോവ് ഉള്ള ആളുകളെ കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്യണം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. അല്ലെ, വേർ എന്തായിരിക്കണടാ? വേർ സാലറി ഗ്രേറ്റർ ദാൻ 10,000. യെസ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മോഡിഫൈ ദ സാലറി ഓഫ് ദ എംപ്ലോയി വിത്ത് 12,000 ആവണം. ഹൂസ് എംപ്ലോയി കോഡ് ഈക്വൽ ടു 101. അതെന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. സെറ്റ് അല്ലടാ? യെസ്. താങ്ക് യു.